നമസ്കാരം. പത്തനംതിട്ട സ്വദേശി പത്തനംതിട്ട ജില്ലയിലെ വാഴമുട്ടം എന്ന് പറയുന്ന പ്രദേശത്തുള്ള ബിനു പാസ്റ്റർ, അതായത് ബിനു വാഴമുട്ടം എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കുട്ടിയെ പീഡിപ്പിച്ചത്, അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലെ അന്തേവാസിയായ ഒരു കുട്ടിയെ പീഡിപ്പിച്ചതുമായിട്ടുള്ള ധാരാളം വാർത്തകൾ നിങ്ങളിന്ന് ദൃശ്യമാധ്യമങ്ങളിൽ കൂടെയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളെല്ലാം ഓർത്ത് കാണും. അവിടുത്തെ ആ ഒരു സ്ഥാപനം നടത്തിപ്പുകാരൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വിടാതെ വാഴമുട്ടം ബിനു എന്ന് മാത്രം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയോ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോയോ അദ്ദേഹത്തിൻ്റെ ഒരു വിഷ്വലോ ഒന്നും ഈ ദൃശ്യമാധ്യമങ്ങളിൽ കൂടി പുറത്തുവിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഉന്നത തലങ്ങളിലുള്ള ബന്ധങ്ങൾ തന്നെയാണ്. അദ്ദേഹം ഒരു പക്ഷെ പിടിപെട്ടാൽ പല കാര്യങ്ങളും വെളിയിലേക്ക് വരുന്നത് കൊണ്ട് പലരും ഇതിനെ അങ്ങ് പൊതിഞ്ഞു വെക്കാൻ വേണ്ടി ശ്രമിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇന്ന് പോലും വാർത്തകളിൽ നിറഞ്ഞു വന്നത് അദ്ദേഹം ഒളിവിലാണ്, ബിനു പാസ്റ്റർ അല്ലെങ്കിൽ ബിനു വാഴമുട്ടം ഒളിവിലാണെന്നാണ് അറിഞ്ഞത്. പക്ഷേ ഇന്ന് അവിടെ നേരിട്ട് പോയി കണ്ട കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയണം എന്ന് തോന്നി. എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഞങ്ങൾ പോയത് ഓമല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഓഫീസിലേക്കായിരുന്നു. കാരണം നമ്മളെ വാർത്തകളിൽ കണ്ടത് മുഴുവനും ഓമല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആതിര മേഡത്തെ ആയിരുന്നു. അപ്പോൾ ആതിര മേഡത്തെ കണ്ടിത് സംസാരിക്കാനായിട്ട് ചെന്നപ്പോൾ ആതിര മേഡം പറഞ്ഞു, ഞാൻ നോക്കുന്ന പഞ്ചായത്തിൻ്റെ അധീനതയിലല്ല ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ വർഷിപ്പ് സെൻറ്റർ, അതായത് ഇതിൻ്റെ ഒരു ആരാധനാലയം എന്ന പേരിൽ നടക്കുന്ന അഞ്ജലി ഓഡിറ്റോറിയം മാത്രമാണ് എൻ്റെ ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിലുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാപനം നിൽക്കുന്നത് ചെന്നീർക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിലാണ്. അപ്പം ഞങ്ങളിങ്ങനെ മേഡത്തോട് വിവരങ്ങൾ അറിഞ്ഞതൊക്കെ ചോദിച്ചപ്പോൾ കുറേയേറെ വിവരങ്ങൾ അറിഞ്ഞത് പറഞ്ഞു തന്നു. അതോടൊപ്പം കുറേ വീഡിയോസും തന്നു. അതായത് സ്ഥാപനത്തിനുള്ളിൽ നടന്നതിൻ്റെ കുറച്ച് വീഡിയോസ്, അവിടെ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരുടെ യഥാർത്ഥ അനുഭവങ്ങളും തന്നു. അതും വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ ചെന്നീർക്കര ഗ്രാമപഞ്ചായത്തിൽ ചെന്നിട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ കാണാനായിട്ട് ആ റൂമിലേക്ക് ഞാൻ ചെല്ലാൻ നേരം അവിടെ ഇരിക്കുന്നു നിങ്ങളെല്ലാവരും പറഞ്ഞ, അതായത് മാധ്യമങ്ങളെല്ലാം വാഴ്ത്തിപ്പാടി, വാഴമുട്ടം ബിനുവിനെ കാണാനില്ല, ഒളിവിലെന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി ഇരുന്നത് ചെന്നീർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കൊച്ചുമോൾ കോശി എന്നാണ് അവരുടെ പേര്. അവരുടെ ആ ഒരു റൂമിനുള്ളിൽ അദ്ദേഹം ഇരിപ്പുണ്ട്. ഏകദേശം 1.5 മണിക്കൂർ നമ്മൾ അതിന് വെളിയിൽ കാത്തു നിന്നു. ഇദ്ദേഹമായിട്ടുള്ളൊരു കോൺട്രവേഴ്സി സംസാരിക്കുമ്പോൾ, അദ്ദേഹം ഉള്ളിടത്ത് വെച്ച് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഐഡൻറ്റിറ്റി വെളിയിലോട്ട് തരാൻ മടിക്കുമായിരുന്നു. അപ്പോൾ അതിന് 1.5 മണിക്കൂറോളം വെളിയിൽ നിന്നിട്ടും അദ്ദേഹം പുറത്തിറങ്ങില്ല. പിന്നീട് ഞങ്ങൾ തിരിച്ചു വീണ്ടും പോരുന്നിട്ട് കുറേ സമയത്തിന് ശേഷം വീണ്ടും വന്നപ്പോഴും അദ്ദേഹം അവിടെ തന്നെയുണ്ട്. അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ ആ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ മുന്നിൽ അദ്ദേഹം വാഹനം പാർക്ക് ചെയ്തിരുന്നതും അദ്ദേഹം അവിടെ ഇരുന്നതിൻ്റെ എല്ലാം വിഷ്വൽസും നമ്മുടെ കയ്യിലുണ്ട്. തെളിവ് ചോദിച്ചു വരുന്നവർക്ക് തീർച്ചയായിട്ടും അതല്ല. ഇതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥാപനം ചെന്നീർക്കര ഗ്രാമപഞ്ചായത്ത് അധീനതയിൽ ഉള്ള അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലേക്ക് ചെല്ലുമ്പോൾ, ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ആദ്യം അത് പൂട്ടിയിട്ടേക്കുമായിരുന്നു, ആരും ഇല്ലായിരുന്നു. പക്ഷെ ഞങ്ങളവിടെ ചെന്ന് വണ്ടിയെ നിറങ്ങുന്ന താമസം പുറകെ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ വാഹനവും പഞ്ചായത്തിൻ്റെ വാഹനത്തിൽ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അതിനോടൊപ്പം ഒരു ഇന്നോവ ക്രിസ്റ്റ കാർ, അതായത് ഒരു മെറൂൺ കളറിലുള്ള ഇന്നോവ ക്രിസ്റ്റൽ കാർ, ബിനു വാഴമുട്ടം എന്ന പാസ്റ്ററും അവിടെ എത്തുകയും അവർ പറഞ്ഞു അവരുടെ കൂടെ ക്രൈംബ്രാഞ്ച് ഓഫീസർമാരൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പ്രസിഡന്റ് അവകാശപ്പെടുന്നത്. അവിടെ ഒരാളുമില്ല. ഈ പ്രസിഡന്റിൻ്റെ കയ്യിലായിരുന്നു താക്കോല്. ഈ പറയുന്ന ഒരാൾ പോലും ഇല്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു പ്രസിഡന്റിൻ്റെ ഒരു പാർട്ടിക്കാരൻ, ഒരു വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടൊരു ഖദർദാരി മാത്രമാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ ബിനു പാസ്റ്ററിൻ്റെ കുറേ കൂട്ടാളികളും വന്നിരുന്നു. എൻ്റെ നേരെയും ഈ പറയുന്ന രേഖ എന്ന് പറയുന്ന എൻ്റെ നേരെ പറഞ്ഞിരുന്നത്, നീ ഈ വീഡിയോസ് വെളിയിൽ വിട്ടാൽ നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എനിക്കിങ്ങനെ പെട്ടെന്നങ്ങനെ ചാവുന്നതിനോട് ഭയമില്ലാത്ത ഒരാളായതുകൊണ്ടും ഇതുപോലുള്ള അന്യായം കണ്ടാൽ പ്രതികരിക്കണമെന്ന് തോന്നുന്ന വ്യക്തി ആയതുകൊണ്ടും ഞാനിത് വീഡിയോ വെളിയിലേക്ക് വിടും. ബാക്കി വിഷ്വൽസ് എന്തായാലും വെളിയിലേക്ക് വിടും. ഇത് ഞാൻ അറിഞ്ഞതും കേട്ടതും നടന്നതുമായ സംഭവങ്ങൾ തന്നെയാണ്.